അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒരു കുട്ടി പാരീസ് ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ, ഒരു 2 ദിവസത്തേക്ക്. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഇത് അവസാനം വരെ കാണാം, കുറച്ച് നേരമേ നിങ്ങളുടെ എടുക്കത്തുള്ളൂ. ഞങ്ങൾ എത്തിയ ദിവസം നേരെ ഞങ്ങൾ വിട്ടത് പാരീസിലെ ഐഫിൽ ടവർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം തന്നെ വിചാരിച്ചു എന്തോ ആവട്ടെ, നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല അടിപൊളി കാഴ്ചയൊക്കെ ആയിട്ട് ഞങ്ങൾ കയറിയിരിക്കുക കേട്ടോ. 1889 ഗുസ്താവ് ഐഫിൽ എന്ന് പറയുന്ന ഒരു സിവിൽ എൻജിനീയറിൻ്റെ കമ്പനി പണിതതാണ് ഐഫിൽ ടവർ. പുള്ളിക്ക് ഇതിൻ്റെ മുകളിൽ ഒരു അപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പാർട്ടിയൊക്കെ നടത്തുമായിരുന്നു, വലിയ ഫേമസ് ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി. വേൾഡ് ട്രേഡിൻ്റെ അല്ലെങ്കിൽ എക്സ്പോയുടെ ഭാഗമായിട്ട് പണിത ഒരു ഇരുമ്പ് ടവറാണ് കേട്ടോ ഈ ഐഫിൽ ടവർ. ഇതിൻ്റെ മണ്ടയിലുള്ള കാഴ്ച നല്ല കിടിലനാണ്. എനിക്കാണെങ്കിൽ ഏത് രാജ്യത്ത് പോയാലും ഇങ്ങനത്തെ ടവറും അല്ലെങ്കിൽ ബുർജ് ഖലീഫ അങ്ങനത്തെ ഈ ടവർ പോലത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ രാത്രി പോയി വിസിറ്റ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. എന്നാ അടിപൊളി വ്യൂ ആണല്ലേ. അങ്ങനെ ടോപ്പ് ഓഫ് ഐഫിലിൻ്റെ മണ്ടയ്ക്ക് എത്തിയതിന് ശേഷം ഭയങ്കര കാറ്റായിരുന്നു. നമുക്ക് മര്യാദയ്ക്ക് ഒരു ഒറ്റ ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. ഇങ്ങനെ എങ്ങനെയോ അടുത്ത് നിന്ന് അവരുടെ ഹെൽപ്പും ചോദിച്ചൊരു ഫോട്ടോ എടുത്തു. ഇപ്പോഴേ പോണോ? അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു തന്നു പറയും. അങ്ങനെ അടുത്ത ദിവസമായി നമ്മൾ നല്ല ചൂടോടൊരു കാപ്പി ഇട്ട് നേരെ നമ്മുടെ അടുത്ത സിറ്റി കറക്കത്തിനായിട്ട് ഇറങ്ങാൻ പോവുക. നമ്മൾ പാരീസിൽ റൈറ്റ് സൈഡിൽ അങ്ങേറ്റത്ത് നോക്കി ആർക് ഡി ട്രയംഫിൻ്റെ അടുത്തായിരുന്നു കേട്ടോ നമ്മൾ താമസിച്ചത്. അതുകൊണ്ട് അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകാൻ വളരെ കൺവീനിയൻ്റ് ആയിരുന്നു. ഇതാ നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ ഒരു പടം എടുക്കട്ടെ. പിന്നെ മാക്രോൺസിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ ചാർട്ടും വേണം ഈ ട്രെയില്. പലതും നമുക്ക് 1-2 ആയിട്ട് ഇത് വൈകിക്കാൻ കൊള്ളത്തില്ല കേട്ടോ, ഇവിടെ വന്നാലും കൊള്ളത്തില്ല. അമ്മ നല്ല പൊളിയായിട്ട് ടിക്കറ്റ് എടുക്കാൻ വരെ പഠിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടുത്തെ ഭക്ഷണം മതിയായി. നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിക്കുന്ന ആള് വേണ്ടമ്മ, ഞാൻ ക്ഷീണിച്ച് തളർന്നു. ലൂവറിനകത്ത് കയറി ഞങ്ങൾ മൊണാലിസയെ കാണാൻ വേണ്ടി കയറിയിട്ട് നല്ല തിക്കും തിരക്കുമായിരുന്നു. അതുകൊണ്ട് ബാഗ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ, ക്യാമറ എടുത്തുകൊണ്ട് പോവോ, ഫോൺ എടുത്തുകൊണ്ട് പോകുന്നുള്ള പേടി കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വെളിയിലിറങ്ങി അവിടെയൊക്കെ വട്ടം കറങ്ങി. അത് കഴിഞ്ഞതേ ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് കയറി. സീൻ റിവർ ക്രൂസ്. ഇത് നല്ല കിഡിലൻ സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഈ സംഭവം ചെയ്യാൻ മറക്കരുത് കേട്ടോ. രാവിലെ ഇറങ്ങിയതല്ലേ, ആ നടന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഇതിൽ അൺലിമിറ്റഡ് ആയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ട്രിപ്പ് വരെ നമുക്കിതിൽ നിന്ന് റൈഡ് ചെയ്യാമെന്ന്. അപ്പം പോകുന്ന കാഴ്ചകൾ മെയിൻ അട്രാക്ഷൻസൊക്കെ ബോട്ടിലിരുന്ന് തന്നെ എൻജോയ് ചെയ്തിരുന്നു കണ്ടു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മടുപ്പുമില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഞങ്ങളിതേ ഇരുന്ന് യാത്ര ചെയ്തു. പിന്നെ പാരീസിൽ വരുമ്പോൾ നിങ്ങൾ കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ, പോണ്ട് അലക്സാണ്ടർ 3 ബ്രിഡ്ജ്. അത് കഴിഞ്ഞതേ കണ്ടോ ഐഫിൽ ടവർ. പിന്നെ അത് കഴിഞ്ഞ് നോട്ടർഡെയിം കത്തീഡ്രൽ 2019 ഫയർ പിടിച്ച കേട്ടോ. അതിനുശേഷം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2024 ഡിസംബറിൽ റീഓപ്പൺ ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പം അടുത്ത വിസിറ്റിൽ നമുക്കിതൊക്കെ കയറി കാണാം. അടുത്ത ദിവസം നമുക്ക് ഫ്ലെക്സ് ബസ് ഉച്ചസമയത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഓടിപ്പിടിപ്പിടുത്ത് ജസ്റ്റ് അവിടുത്തെ ഫ്രഞ്ച് സാൻഡ്വിച്ച് ബൊഗറ്റ് കഴിച്ചിട്ട് അടുത്തൊരു ഫ്ലീ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കുറച്ച് കൗതുകമേറിയ കാര്യങ്ങളാണ് കേട്ടോ. ഇതൊരു ചൈനീസ് ചെസ് ബോർഡ്, പിന്നെ വേറെ കുറച്ച് ടോയ്സ്, ലൈക്ക് ഈ ബോർഡ് ഗെയിംസ്, പിന്നെ കുറേ വേറെ പെയിൻറ്റിങ്സും കുറേ എന്താ പറയുക ആൻറ്റീക്ക് സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു. The ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT.
but you're the spark to blame, and it's fire.